അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങള് ഞായറാഴ്ചയാണ് പറമ്പിലേക്ക് പോകണ്ട. പറമ്പിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വീടിന്റെ പണി നടക്കുന്നുണ്ട്. നടക്കണം എന്ന് പറയാൻ പറ്റില്ല, പണി കുറച്ചാളായിട്ട് മുടങ്ങി കിടക്കാണ്. അത് നല്ല മഴയൊക്കെ കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ വെറുതെ അവിടെയൊക്കെ ഒന്ന് പോവാ. എന്താണ് അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഒന്ന് അവിടെ വരെ പോവുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നിടത്ത് റോഡിലേക്കുള്ള വഴിയാണ്ട്. നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നു. പാടാണിത്. ഇത് മഴക്കാലമായതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. വണ്ടി അവിടെ റോഡിൻ്റെ സൈഡിൽ വെച്ചേക്കാണ്. ഇവിടെ നടന്നിട്ട് വേണം അങ്ങോട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കാണണം പാടം. നല്ല അടിപൊളിയല്ലേ? നമുക്ക് നടന്ന് ആദ്യം വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാം. മഴയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി വെക്കാട്ടാ. ഇതൊരു അംഗനവാടിയുടെ ഫ്രണ്ട് വശമാണ്. ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ പാടത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. 3-4 മാസം വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പറമ്പിലേക്ക് പോകണം. പിന്നെ അടുത്ത പറമ്പിലെ കാഴ്ചകൾ കാണാം. അതാണ് അമ്പലം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് അവിടെ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടാ. ആകെ കാട് പിടിച്ച് കിടക്കാനല്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. മഴ ആയതുകൊണ്ട് ഇതൊന്നും വരാൻ പറ്റില്ല. ഇവിടെ ചെത്തി മിനിക്ക് നല്ല ഭംഗിയാക്കിയിട്ടുള്ള സ്ഥലമുണ്ട്. മൊത്തം പുല്ലും ചപ്പൊക്കെ ആയിട്ട് കംപ്ലീറ്റ് കാട്. ഒരു കശുമാവുണ്ടായിരുന്നു. റോഡ് സൈഡിലായിരുന്നു. റോഡ് സൈഡിന്റെ പുറംപോക്കിലുണ്ടായിരുന്ന മാവ് നല്ലോണം കായ്ച്ചു നിന്നിരുന്ന മാവാണ്. അതിപ്പോ വീണ് കാറ്റിന് വീണതാണ്. വലുതായി വരെയാണെങ്കിൽ നമുക്ക് മുറ്റത്ത് ഒരു തണലുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴും നമ്മുടെ വീടിന്റെ അവസ്ഥ. വീട് കാണിച്ചു കൊടുത്തേ. ഇതാണ് വീട്. നമ്മള് സംശയമൊക്കെ ആയി കിടക്കണത്. പണി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3 മാസത്തോളായിട്ട് ഇങ്ങനെ കിടക്കണം. കുറച്ച് പൈസ ഒക്കെ സ്വരുക്കൂട്ടി തുടങ്ങി വെച്ചതാണ്. പക്ഷെ അത് വീണ്ടും പാതി വഴിയില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അകത്തേക്ക് കയറി കാണിക്കാം. സിറ്റ് ഔട്ട് എടുത്തിട്ടില്ല. സിറ്റ് ഔട്ട് വീട് പണിയൊക്കെ കഴിയുമ്പോൾ എടുക്കാം. അപ്പൊ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതി ചെയ്യാന്ന് വിചാരിച്ചിട്ട് സിറ്റ് ഔട്ട് ഒന്നും ആദ്യം ചെയ്തില്ല. ഹാളെടുത്ത് ഇപ്പൊ ഹാളിൽ നിന്ന് നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ചെറിയ പാസേജ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇതാണ് ബെഡ്റൂമിലേക്ക് നടക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂമാണ്. ബാത്റൂം നമ്മളെ പുറത്ത് വേറെ ബാത്റൂം ഒന്നുമില്ല. അറ്റാച്ച്ഡ് ആയിട്ട് എടുത്തേക്കണം. ഞങ്ങള് 3 പേരുള്ളൂ. പിന്നെ അത്ര സൗകര്യങ്ങളൊക്കെ ധാരാളമാണ്. ഇതിൽ കിച്ചൺ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കിച്ചണ് സിറ്റ് ഔട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്താത്തത് വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് അത്യാവശ്യം നമുക്ക് താങ്ങാവുന്ന ഒരു ബഡ്ജറ്റിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് മാറി താമസിക്കുക. അതിനുശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് സിറ്റ് ഔട്ടും ഈ കിച്ചണ് നമ്മൾ ഒഴിവാക്കിയത്. കിച്ചൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു എൻട്രൻസ് വെച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ കിച്ചൺ അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ വർക്ക് ഏരിയ, സൗകര്യപ്പെടുന്ന വർക്ക് ഏരിയ. ഭാവിയിലെ കാര്യങ്ങളുണ്ടോ നടക്കും എന്ന് നടക്കുന്നു നമുക്കറിയില്ല. പ്രതീക്ഷിക്കുന്നതിന് അധികം ചിലവൊന്നുമില്ലല്ലോ. പ്രതീക്ഷകളാണല്ലോ ജീവിതം. അപ്പൊ അത് വീടിന്റെ അവസ്ഥ. ഇതൊക്കെ ആകെ കാട് പിടിച്ചു. ഇവിടെ ഒക്കെ പുല്ല് ഉണ്ടാകും. ഇത് നമ്മള് കൽപ്പൊടി നിറച്ചിട്ട് ഇത് കലക്കിയൊക്കെ ഇട്ടതാണ്. വീണ്ടും തൊട്ടാവാടിയൊക്കെ വളർന്നു കാട് പിടിച്ച് കിടക്കുന്നു. ഫ്രണ്ട് റോഡാണ്. ഫ്രണ്ട് കാണിച്ചു കൊടുക്കുക. ഫ്രണ്ട് റോഡാണ്. അതും കാട് പിടിച്ച് കിടക്കാണ്. നമ്മളത് പറമ്പെടുക്കുമ്പോൾ ഒരു തോടായിരുന്നു ഫ്രണ്ടിൽ. അത് കുറച്ച് കൽപ്പൊടിയൊക്കെ അടിച്ച് നികത്തി വണ്ടി ഇറക്കാനായിട്ട് മെറ്റീരിയൽസ് ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് നികത്തിയതാണ്. 2 സൈഡിനെയും കുറേ നികത്താനുണ്ട്. തോടായിട്ട് തന്നെ കിടക്കുകയാണ്. നമുക്ക് നികത്തിക്ക് റെഡി ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്. ഇപ്പോൾ പാടത്ത് ഇപ്പോൾ നമ്മൾ ചെളിയൊക്കെ ചവിട്ടിയിട്ടൊക്കെ വണ്ടി ഒന്നും കൊണ്ടുപോകാൻ സൗകര്യമില്ലാത്തടത്ത് നമ്മളിപ്പോൾ താമസിക്കുന്നത് വാടക കൊടുത്തിട്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞത് ഒരു സെറ്റപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് റോട്ടിൽ നിന്ന് മുറ്റം വരെ വണ്ടി വരാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഭാവിയിൽ അങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും എന്നാണൊരു പ്രതീക്ഷ. ഇതൊരു ഷെഡ് നമ്മളെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയൊരു ഷെഡാണ്. അപ്പം അത്യാവശ്യം സിമെൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തതാണ്. അടക്കാരൊക്കെ വെച്ചിട്ട് താൽക്കാലികം ഉണ്ടാക്കുന്ന ചെറിയ ഒരു കട്ട വെച്ച് കോൺക്രീറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇങ്ങോട്ട് താമസം മാറിയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം വാടക കൊടുക്കണ്ടല്ലോ. ആകെ 3 പേരുള്ളൂ. ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വീണ്ടും മഴ പെയ്ത് ഇവിടെ ആകെ വെള്ളമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു മീറ്റർ ബോർഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട് കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോസ്റ്റും തൊട്ടടുത്ത് തന്നെ പോസ്റ്റും ഉണ്ട്. കറണ്ട് എടുക്കാനുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ട്. പിന്നെ ഒരു ടെമ്പററി ആയിട്ടൊരു ബാത്റൂമിനുള്ളൊരു സംവിധാനം നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അത് മഴക്ക് മുമ്പ് ചെയ്തതാണ്. മഴ വന്നുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി അവിടെ അതിനൊരു എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്ത് ഒരു കറണ്ടിൻ്റെ സംവിധാനം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരണം എന്നാഗ്രഹിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ പോവുകയാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് പതുക്കെ ഇങ്ങോട്ട് വരണം. ഈ വാടകയൊന്നും ഒഴിവാക്കി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിനൊരു ദിവസം വന്നിട്ട് കാടൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കണം. എന്തായാലും തൽക്കാലം പറ്റില്ല. കാരണം നമ്മൾ ഇപ്പം ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും താമസിക്കാൻ വരുമ്പോൾ വീണ്ടും കാട് പോലെ ആവും, വീണ്ടും പുല്ലൊക്കെ വളർന്നു വരും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം കാണണം. ഇത് പണിയൊക്കെ തീർക്കാനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വർഗവാതിൽ എന്ന് പറയാം. കാരണം ഇവിടെ ഒരു സ്വർഗം പണിയണം എന്നാണ് എൻ്റെയും പൊന്നൂസിൻ്റെയും ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ്. എന്തായാലും അത് നടത്തണം എന്നുള്ളൊരു പ്രതീക്ഷ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പണിത് വരുന്നേക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു സ്വർഗം, അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. ഇതിന് ചെറിയ ഒരു എന്തെങ്കിലും ഷീറ്റൊക്കെ വാങ്ങിച്ച് ഒരു മറയൊക്കെ ഉണ്ടാക്കി പിന്നെ അത്യാവശ്യം ഒരു കട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ട് കിടക്കാനും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സ്വർഗലോകത്തേക്ക് അല്ലെങ്കിൽ ചെറിയ സ്വർഗത്തിലേക്ക് ഞങ്ങൾ വരണം അല്ലേ വന്നിട്ടാ. അതാണ് ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ എയിം കേട്ടോ. ആദ്യം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പണിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവില്ല. വീട് പണിയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി ഇതുവരെയുള്ള പണിയിൽ ഒരു 80% വർക്ക് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ വർക്കുകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആരെ ആശ്രയിക്കാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാധാരണ കരിങ്കല്ലിട്ടിട്ടാണ് വീടുകൾക്ക് തറ കെട്ടാറ്. പക്ഷേ ഇത് നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ ചെയ്യണ മെത്തേഡിൽ പില്ലർ കൊടുത്തിട്ട് അതിൽ പ്ലിന്ത് ബീം ചെയ്തേക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഈ വെള്ളം കിട്ടൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് തറ ഇരുന്ന് പോകെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കമ്പിയുടെ പണികളും കാര്യങ്ങളും കോൺക്രീറ്റ് കൂട്ടിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനും വൈഫും മോളും അവരെ ഹെൽപ്പ്, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെയാണ് ഇതിൻ്റെ 80% പണികൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആ കോസ്റ്റൊക്കെ കുറവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള വർക്കുകൾ ഇപ്പോൾ ആ ഷെഡ് ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ പൈസയൊക്കെ അതിൻ്റെ കൂലിച്ചെലവും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ നമുക്ക് അറിയാവുന്ന പണികളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ട് ഇതൊരു വീടാക്കി എടുക്കണം. ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതിന് പ്രത്യേകം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പൊന്നിട്ടാ വയോ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ പൊന്നിട്ടാ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇതുപോലെയൊക്കെ വരും. മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. നമ്മളെല്ലാവരും സാധാരണക്കാർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ്, നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ, അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞാനും ഈ വെഞ്ചികയും വീണ്ടും വരും. അതുവരെ ബൈ.